പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ലാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് ഡിന്നറായും കഴിക്കാൻ പറ്റുന്ന, കാണുമ്പോൾ പൂരി പോലെ തോന്നുമെങ്കിലും ഗോതമ്പ് പൊടിയും ഉരുളക്കിഴങ്ങും കൊണ്ടുണ്ടാക്കുന്ന ഈ പലഹാരം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനു വേണ്ടി 1.5 കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇത് എരിവുള്ള പൊടിയാണ്. 1/4 ടീസ്പൂൺ അയമോദകം കൂടി എടുത്ത് കയ്യിലിട്ട് അതൊന്ന് ഞെരടി അതും കൂടി ഇടാം. അയമോദകം ഇടുമ്പോൾ ഇതിന് നല്ലൊരു മണമായിരിക്കും. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇടാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പൊടീൻ്റെ എല്ലാ ഭാഗത്തും ഇതെത്തണമല്ലോ, അതിനുവേണ്ടി സ്പൂണ് കൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്. സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് വേണ്ടിയെങ്കിൽ ഉരുക്കിയ ബട്ടറൊക്കെ ചേർക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി കൈ വെച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ അവിടെ കട്ട പോലെ ഉണ്ടാവില്ലേ, അതൊക്കെ ഉടച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഓയിലും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1.25 ടേബിൾ സ്പൂൺ റവയും കൂടി ഇടാം. പുഴുങ്ങിയെടുത്ത 2 ഉരുളക്കിഴങ്ങ് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത ഈ ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ഇട്ടാം. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല നൈസായിട്ട് തന്നെ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ ഉരുളക്കിഴങ്ങും പൊടിയും കൂടി നന്നായി മിക്സ് ചെയ്യാം. നന്നായി കുഴച്ച് മിക്സ് ചെയ്യണം. ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയ കട്ടകളുണ്ടെങ്കിൽ അതെല്ലാം കൈകൊണ്ട് പൊടിച്ച് വേണം കുഴക്കാൻ. നമ്മളെടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പം അനുസരിച്ച് ചിലപ്പോൾ നമുക്കിതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. നമുക്ക് വേണ്ടിയെങ്കിൽ ഇതിലേക്ക് മല്ലിയില ചേർക്കാം. തീരെ ചെറുതായി കട്ട് ചെയ്തിട്ട് മല്ലിയിലയും കൂടി ഇടാം. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇടുന്നുണ്ട്. അഥവാ വെള്ളം ചേർക്കണമെന്ന് തോന്നിയാൽ കൂടി വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ. വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നിച്ചൊഴിക്കാനും പാടില്ല. ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഇത് കുഴച്ചെടുക്കാം. മാവ് ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, അതേപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ഇട്ട റവയില്ലേ, അതും കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇനി ഇത് നമ്മൾ സാധാരണ പൂരിക്ക് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കൂലേ, അതേപോലെ ഉരുട്ടി പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കുമ്പോൾ അധികം കട്ടി ഉണ്ടാകാനും പാടില്ല, എന്നാൽ അത് ഒരുപാട് നേരിയതാകാനും പാടില്ല. ഒരു മീഡിയം സൈസിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. ഇത് പരത്തിയെടുക്കുമ്പോഴത്തേക്കും എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടായിരുന്നു. ഇനി ചൂടായ എണ്ണയിലേക്കിട്ട് സാധാരണ നമ്മൾ പൂരി വറുത്ത് കോരുന്നത് പോലെ തന്നെ വറുത്ത് കോരിയെടുക്കുക. ചെറുതായി ഒന്ന് തട്ടിക്കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് പൊങ്ങി വരും. തിരിച്ചു മറിച്ചു വിട്ട് 2 ഭാഗം വെന്തതിന് ശേഷം കോരിയെടുക്കുക. ഇത് ചൂടോടെ കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. തണുത്ത് കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് സോഫ്റ്റായി പോകും. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ വറുത്ത് കോരിയെടുക്കാം. ഇത് കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. തണുത്ത് കഴിയുമ്പോൾ കുറച്ച് സോഫ്റ്റായി പോകുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് കറി നിർബന്ധമാണെങ്കിൽ തൈരിൻ്റെ കൂടെ കഴിക്കാൻ ഇത് നല്ലതായിരിക്കും. നമ്മൾ ആലു പൊറോട്ട ഉണ്ടാക്കുന്നില്ലേ, അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇതിനെ നമുക്ക് ആലു പൂരി എന്ന് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടേസ്റ്റിയായ ആലു പൂരി റെഡിയായി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.